ഡോക്ടറിലേക്ക് സ്വാഗതം. ആഘോഷിക്കപ്പെടേണ്ട പ്രണയം ആഘാതമായി തീരുന്ന സാഹചര്യം ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നുണ്ട്. ആരോഗ്യകരമായ പ്രണയം എങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് ആണ്. സൈക്യാട്രി പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, ആദ്യം തന്നെ പ്രണയം മനോഹരമാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിലെ മാനസികാവസ്ഥ എന്താണ്? മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വികാരം പ്രണയം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതിന്റെ എല്ലാ അഴകുകളും, മനുഷ്യന്റെ ഇമോഷൻസിന്റെ എല്ലാ ചേരുവകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമാണ് പ്രണയം. പക്ഷെ നമ്മൾ ഇന്നിപ്പോ ആധുനിക കാലഘട്ടത്തിൽ, ഈ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രണയത്തെ രണ്ട് രീതിയിൽ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. ഒന്നിൽ പറയും പ്രണയത്തിന്റെ പണ്ടുണ്ടായിരുന്ന ഒരു കാൽപ്പനിക ഭാവം ഒക്കെ പോയി, ഇപ്പോൾ വളരെ ഒരു കാഷ്വൽ പ്രണയങ്ങളാണ്. അല്ലെങ്കിൽ മറുവശത്ത് പ്രണയം പലപ്പോഴും ക്രൂരതകളിലേക്കും അക്രമങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു ആസുര ഭാവം പ്രണയം കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഈ രണ്ട് ഒരു പോളുകളും, രണ്ട് ധ്രുവങ്ങളിലേക്ക് ഇന്നത്തെ ആധുനിക കാലത്തെ പ്രണയം തെറ്റായോ ശരിയായോ ആയ രീതികളിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും ഒരുപാട് ആൾക്കാർ അതേപ്പറ്റി ആകുലപ്പെടുകയും ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും കാലം എത്ര മാറിയാലും മനുഷ്യ ചരിത്രത്തിന്റെ അല്ലെ ജീവിവർഗങ്ങളുടെ ഉത്ഭവകാലം മുതൽ ഇന്ന് വരെ അല്ലെ എന്നെല്ലാം ഒരു ജീവിവർഗങ്ങൾ നിലനിൽക്കുന്നുവോ, എത്ര കാലത്തോളം നിലനിൽക്കുമോ അന്നെല്ലാം ഏറ്റവും മനോഹരമായ ഒരു വികാരമായിട്ട് പ്രണയം തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വ്യക്തമാണ് ഡോക്ടർ. മാത്രമല്ല, പഴയകാല പ്രണയം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നത് പൊതുവായ ഒരു സംസാരമാണ്. മാത്രമല്ല, ഈ തലമുറ മാറ്റം, കാലത്തിന്റെ മാറ്റം എന്നിവ പ്രണയത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു ബാഹ്യമായ ഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ജീവിവർഗങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം വരുന്ന പ്രണയം എന്ന് പറയുന്നത് കാർണൽ ലസ്റ്റ് ആണ്. അതായത് ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രത്യുൽപാദനം നടക്കാൻ വേണ്ടി പ്രകൃതി ജീവികളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദനയാണ് പരസ്പരം തോന്നുന്ന ആകർഷണം. അതൊരു കാർണൽ ലിസ്റ്റാണ്. അത് ലൈംഗികതയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർണൽ ലിസ്റ്റാണ്. പക്ഷേ നമ്മൾ മനുഷ്യന്റെ ചരിത്രം മുന്നോട്ട് പോരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് പിൽക്കാലത്ത് അത് കുറച്ചുകൂടെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട പ്രണയമായിട്ട് മാറി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലവ് എന്ന് പറയാം. അതായത് കുടുംബങ്ങളുടെ ആവിർഭാവം, സംസ്കാരങ്ങള്, മതങ്ങള്, സംസ്കാരവും മതവും കുടുംബവും ഒക്കെ ചേർത്ത് പ്രണയത്തെ വളരെയധികം ക്രമപ്പെടുത്തിയിട്ടുണ്ട്, ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ചില അവശേഷിപ്പുകളാണ്. എന്നാൽ അതേസമയം തന്നെ മൂന്നാമത്തെ ഒരു ഘട്ടം വന്നു, ഒരു കാൽപ്പനിക ഭാവങ്ങൾ, ഒരു റൊമാൻറ്റിക് ലവ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ സാമ്പ്രദായികമായ വലിയ മൂല്യങ്ങളുള്ള പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഒക്കെ വിവാഹബാഹ്യമായ പ്രണയങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഈ റൊമാൻറ്റിക് ലവ് അത് നമ്മുടെ സിനിമകളിലും നോവലുകളിലും പദ്യങ്ങളിലും ഒക്കെ പ്രണയത്തെ കാൽപ്പനികവൽക്കരിച്ചിരുന്നു. അത് പുരാണങ്ങളിലും എല്ലാം ആ രീതിയിൽ വന്നിരുന്നു. ഒരേ സമയം പ്രണയത്തെ തെറ്റാണ്, അല്ലെ വിവാഹപൂർവ്വ പ്രണയം തെറ്റാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ കാൽപ്പനിക പ്രണയത്തെ നമ്മൾ വളരെ അഭിനിവേശത്തോടുകൂടി കണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു നാലാമത്തെ സ്റ്റേജാണ് ഇപ്പോഴത്തെ ഡിജിറ്റലൈസ്ഡ് കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ലിബറേറ്റഡ് ലവ് ആണ്. അപ്പൊ ആ ലിബറേറ്റഡ് ലവിന്റെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ നേരത്തെ പിന്നിട്ട് പോകുന്ന മൂന്ന് ഘട്ടങ്ങളിലും, അതായത് ഈ കാർണൽ ലസ്റ്റ്, ലൈംഗികമായിട്ടുള്ള ആ പ്രണയം, അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട പ്രണയത്തിന്റെ മൂല്യങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് വരുന്ന ആ ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റുകളും എല്ലാം, അതിന്റെ അംശങ്ങളെല്ലാം ഇന്നത്തെ പ്രണയത്തിലുണ്ട്. പക്ഷേ ഈ തലമുറ മാറ്റം വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഇക്കാലത്തെ പ്രണയങ്ങളോട് തീരെ അങ്ങോട്ടൊരു അസഹിഷ്ണുത വരാനായിട്ടുള്ള ഒരു കാരണം ഈ റാപ്പിഡ് ട്രാൻസിഷൻ, പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് ഇന്നത്തെ ഒരു തലമുറകൾക്ക് സാധിക്കുന്നില്ല. അതാണ് പലപ്പോഴും ഒരു മോറൽ പോലീസിംഗ് ആയിട്ടും പല രീതിയിലുള്ള വിമർശനങ്ങളായിട്ടും അതിരുവിട്ടു പോകുന്ന പ്രണയങ്ങളായിട്ടും ആശാസ്യമല്ലാത്ത പ്രണയങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. പിന്നെ മറുവശത്ത് തീർച്ചയായിട്ടും ഈ കാഷ്വൽനെസ് വന്നിട്ടുണ്ട്. പ്രണയങ്ങളെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന് അപ്പുറത്തേക്ക് അതിൻ്റെ ആഴത്തിൽ പോകാൻ പറ്റാതെ വരികയും ചിലപ്പോഴൊക്കെ അമിതമായ ഒരു കൺട്രോൾ, തൻ്റെ പ്രണയിനി അല്ലെ താൻ പ്രണയിക്കുന്ന വ്യക്തി തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം
അല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത അസഹിഷ്ണുതയൊക്കെ ഒരു രോഗാതുരതയിലേക്കും ഒരുപാട് പൊസസീവ്നെസ്, കൺട്രോളിങ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന പ്രണയങ്ങളാണ് ചിലപ്പോഴെങ്കിലും അക്രമങ്ങളിലേക്കും നിരന്തരം അവരെ പിന്തുടരുന്ന ഒരു പ്രണയം ഒരു പീഡനമായിട്ട് മാറുന്ന രീതിയിലും വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മൾ അതേപ്പറ്റിയൊക്കെ കൂടുതൽ അറിയുന്നു, അല്ലെ ഒരാളെ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാനായിട്ടോ ബുദ്ധിമുട്ടിക്കാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളും അവസരങ്ങളും കൂടുതൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ മോർബിഡ് ലവ്, രോഗാതുരമായ പ്രണയത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി പുറത്തേക്ക് കാണുന്നു എന്നേ ഉള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, മാത്രമല്ല ഈ വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ പ്രണയദിനം പോലെയുള്ള ആചാരങ്ങൾ വളരെ സൂപ്പർഫിഷ്യൽ ആണെന്ന് പറയാമോ? അത് പഴയ തലമുറയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അങ്ങനെ പറയാം. ഇത് വളരെ സൂപ്പർഫിഷ്യൽ ആണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, കുറച്ച് മെസ്സേജസ് അയക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുന്നു, ഒരുമിച്ച് ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങൾ, ഇഷ്ടങ്ങൾ, കരുതലുകൾ ഒന്നും ഇതിനകത്തില്ല എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രാൻസിഷൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എല്ലാ രീതിയിലും സംഭവിക്കുന്നുണ്ട്. അത് പ്രണയത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഒരു വാലന്റൈൻസ് ഡേ ആചരണങ്ങള്, അതിൻ്റെ പ്രകടനങ്ങളെ ഒക്കെ അതിനെ നമ്മൾ അങ്ങനെ ഒരു പ്രജുഡീസ്ഡ് ആയിട്ട്, അതിനെ വളരെ ജഡ്ജ്മെന്റലായിട്ട് നോക്കിക്കാണുന്നത് ശരിയല്ല. അതിനൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. അതിനെ ഇന്നത്തെ തലമുറ അതിനെ ആഘോഷിക്കുന്നതിനെ നമ്മൾ തെറ്റെന്ന് പറയുന്നത് ഒരല്പം മൂരാച്ചി മനസ്ഥിതി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥ തന്നെ ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഡോക്ടർ. മാത്രമല്ല ഡോക്ടർ, ഇപ്പൊ തുടക്കത്തിലേത് പോലെയല്ല നിലവിൽ പ്രണയം എന്ന് പലരും, രണ്ട് കമിതാക്കളോ അല്ലെങ്കിൽ പരസ്പരം പ്രണയിക്കുന്നവരൊക്കെ പറയുന്ന കാര്യമാണ്. അതുപോലെ ഈ പ്രണയം അതിന്റെ മൃദുഭാവം മാറി എപ്പോഴാണ് പകയായി മാറുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പ്രണയത്തിന്റെ ഒരു ആരോഗ്യകരമായ ഒരു റേഞ്ച് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ചില സമയത്തേക്ക് അത് കടന്നു പോകും. പ്രത്യേകിച്ച് ഒരു പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അംശം എല്ലാ പ്രണയങ്ങളിലും ഉണ്ട്. അത് അതിൻ്റെ മാധുര്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പം ഞാൻ പ്രണയിക്കുന്ന ഒരു വ്യക്തി എൻ്റേത് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ എനിക്കായിരിക്കണം അവിടെ പ്രയോറിറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു പൊസസീവ്നെസ്, അല്ലെ വേറൊരാളുമായിട്ട് അവർ കൂടുതൽ ഇടപെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു നീറ്റൽ, ദാറ്റ് ഈസ് ഓക്കെ. അത് നോർമലായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ചില വ്യക്തികളിൽ, പ്രത്യേകിച്ച് അവരുടെ വ്യക്തിത്വ ഘടനയുടെ ഭാഗമായിട്ടും ഒരുപക്ഷെ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ നേരിയ രീതിയിലുള്ള സുഖകരമായ ഒരു നൊമ്പരം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ സുഖകരമായ ഒരു പൊസസീവ്നെസ് ഒരു ലിമിറ്റ് വിട്ട് തൻ്റെ പ്രാണപ്രേയസി അല്ലെ തൻ്റെ കാമുകൻ വേറെ ആരുമായിട്ട് ഒരു തരത്തിലും സംസാരിക്കാൻ പാടില്ല എന്നുള്ള അമിതമായ പൊസസീവ്നെസ് വരുന്നു. അപ്പോൾ ഒരു കൺട്രോൾ, അവരുടെ എല്ലാ കാര്യങ്ങളും അറിയണം, അവരുടെ നീക്കങ്ങളെല്ലാം അറിയണം, അവരുടെ മൊബൈൽ ഫോണിൻ്റെ അല്ലെ അവരുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ പാസ്വേഡുകളെല്ലാം ഷെയർ ചെയ്യണം. ഒരു സ്വകാര്യത, ഒരു സ്പേസ്, സ്വകാര്യമായ ഒരു സ്പേസ് കൊടുക്കാതെ അവരെ ശ്വാസം മുട്ടിക്കുന്ന പ്രണയമായിട്ട് മാറുകയും അതിൽ നിന്നും അതിൻ്റെ ആസ്വാദ്യതയൊക്കെ മാറി ദുസ്സഹമായിട്ട് മാറുമ്പോൾ ഈ പ്രണയത്തിലെ അകപ്പെട്ടിരിക്കുന്ന വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊരു അക്രമത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള, അപ്പം നമ്മൾ ആസിഡ് അക്രമങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്, അല്ലെ ക്യാമ്പസുകളിൽ നടക്കുന്ന അക്രമങ്ങളെ പറ്റി, അല്ലെ ഓൺലൈനിൽ നടക്കുന്ന സ്റ്റോക്കിങ്, ഇതെല്ലാം രോഗാതുരമായ പ്രണയത്തിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ അത് ഭൂരിപക്ഷം എന്നൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ചുരുക്കം ചില കേസുകളിലാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിലേക്ക് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ തിരിച്ചറിയാനായിട്ടും അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സങ്കേതങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ വരുമ്പോഴാണ് അത് അക്രമത്തിലേക്കും അല്ലെ സെൽഫ് ഹാമിലേക്കും അല്ലെ ഒരു സൂയിസൈഡൽ ബിഹേവിയറിലേക്കും ഒക്കെ പോകുന്നത്. വ്യക്തമാണ് ഡോക്ടർ. മാത്രമല്ല ഇതിൽ അകപ്പെട്ട് നിൽക്കുന്നു, മറ്റൊരാൾക്കുണ്ടായിരുന്ന വൈകാര്യ പ്രതികരണങ്ങൾ അതിര് കടക്കുന്നുണ്ട്. തീർച്ചയായും എന്താണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം? ഇത്തരം വ്യക്തികൾക്ക് ചികിത്സ എന്തെങ്കിലും ഉണ്ടോ? അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇതിലെ വിക്ടിം ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ അല്ലെ ഇരകളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അവർക്കൊരു ധൈര്യം ഉണ്ടാവണം, ഇതിനെതിരെ വരണം. അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന എപ്പോഴും പുരുഷനാകണമെന്ന് നിർബന്ധമില്ല. സ്ത്രീകളും തിരിച്ചും ഇതുപോലുള്ള സ്റ്റോക്കിങ്ങും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും പുരുഷനാണ് എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണ എപ്പോഴും ശരിയല്ല. നമ്മുടെ ഒരു ക്ലിനിക്കൽ അനുഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഇരസ്ഥാനത്തേക്ക് പോകുന്ന ആള് ഇത് തിരിച്ചറിയുകയും അതിനോടൊന്ന് ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
അത് നമ്മളെ ജീവിത നൈപുണ്യങ്ങളുടെ പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് മോശമാണ്, അല്ലെ പ്രണയത്തിന്റെ പേരിൽ ആണല്ലോ ഇതുണ്ടായത്, തുടക്കത്തിൽ ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അതുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറി ഇതൊരു പ്രോബ്ലമാണ്, ദിസ് ഇസ് ആൻ അൺഹെൽത്തി റിലേഷൻഷിപ്പ്, ഇതൊരു അനാരോഗ്യകരമായ ഒരു ബന്ധമാണ്, എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ഒരു തീരുമാനം ആ ഒരു വ്യക്തി എടുക്കണം. രണ്ടാമത്, അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരു വ്യക്തിക്ക് വളരെ ഡിഗ്നിഫൈഡ്, വളരെ അന്തസ്സോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങളുമായിട്ട് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയെ സമീപിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ അവരെ മുൻവിധിയോടുകൂടി കാണാത്ത രീതിയിൽ വളരെ നിഷ്പക്ഷമായിട്ട്, വളരെ കമ്പാഷനേറ്റായിട്ട് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പ്രൊഫഷണലുകളെ തേടാനുള്ള ഒരു മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ചിലപ്പോഴൊക്കെ ലീഗൽ ആയിട്ടും ചുരുക്കം ചില കേസുകളിൽ ലീഗലായിട്ടും പോകാനായിട്ട് പോലീസിലേക്കോ അല്ലെ മറ്റ് ലോ എൻഫോഴ്സിങ് അതോറിറ്റിയിലേക്കോ ഒക്കെ ഈ പ്രശ്നങ്ങളെ അവർക്ക് ധൈര്യമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് നമ്മൾ ഈ വ്യക്തികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആന്തരികം, ഇപ്പം നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മളൊരു കരാട്ടെ പഠിക്കുന്നതിൽ കൂടെയോ അല്ലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ കൂടെയോ മാത്രമല്ല, എനിക്ക് എതിരെ ഒരു അനീതി നടക്കുന്നുണ്ടല്ലേ, ഞാൻ മറ്റൊരാൾ എന്നെ വൈകാരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഫൈറ്റ് എന്നുള്ള ഒരു ധൈര്യം, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ശാക്തീകരണം. അതിന് രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ആസ്പെക്റ്റും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ, മാത്രമല്ല ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള പ്രണയത്തിൽ ഒരാൾക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പോൾ പലരുടെ അടുത്തും കാണുന്നതാണ്, ഒരു ട്രോമ ബോണ്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പെട്ടുപോകുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. വാസ്തവത്തിൽ പല ആൾക്കാരും ഇത് പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ പലപ്പോഴും ഡോക്ടർമാരുടെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ മുമ്പിൽ ഇതൊക്കെ എത്തിപ്പെടുന്നത് ആത്മഹത്യാ ശ്രമങ്ങളായിട്ട്, അല്ലെ കൈമുറിക്കലായിട്ട്, സെൽഫ് ഇൻജൂറിങ് ബിഹേവിയർ ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ വാസ്തവത്തിൽ അതൊരു വല്ലാത്ത ട്രാപ്പാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ആരും മനസ്സിലാക്കത്തില്ല. അവരെ കുറ്റപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുക, അല്ലെ അവരിലേക്ക് കുറ്റബോധം ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുക, അല്ലെ അവരും കൂടെ കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് പെട്ടത് എന്നുള്ള ഒരു രീതിയിൽ അവരെ നമ്മൾ പറയുമല്ലോ, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലുള്ള ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഇമോഷണലി ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒക്കെ വേണ്ടത് ഇതിനോട് ഒരു ശാസ്ത്രീയമായിട്ടൊരു നിഷ്പക്ഷ സമീപനം എടുക്കാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. മുൻവിധികളില്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കാനായിട്ട് ഇപ്പം സ്റ്റുഡൻറ് സപ്പോർട്ട് ഗൈഡൻസ് സെന്ററുകളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് പലപ്പോഴും കുട്ടികൾക്ക് പോകാൻ ഭയമാണല്ലേ, മടിയാണ്. കാരണം അവിടെ ചെല്ലുമ്പോഴേ അവർ ഉപദേശം തുടങ്ങും, അല്ലെ അവർ കുറ്റപ്പെടുത്തും, അല്ലെ പേരൻസിനെ ഇൻവോൾവ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു അല്പം കൂടി ഈ തലമുറ മാറ്റത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ കുട്ടികളെ തന്നെ അവരുടെ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. നമ്മൾ ചില ഇങ്ങനത്തെ സന്ദർഭത്തിൽ പെടുന്ന ആൾക്കാർക്ക്, നമുക്ക് പൊള്ളലേറ്റ ഒരാൾക്ക് ഹൃദയാഘാതം വന്നാൽ എന്ത് ചെയ്യണം, പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രഥമ ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം. ഈ പണ്ടൊക്കെ കുട്ടികളൊക്കെ എവിടെയെങ്കിലും ഓടി വീണ് കഴിഞ്ഞാൽ ആദ്യം വന്ന് അമ്മമാരൊരു അടി കൊടുക്കും, എന്നിട്ടാണ് പിന്നെ അവരുടെ മുറിവ് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ഇന്ന് ആ ഒരു കൾച്ചർ എപ്പോഴും മാറിപ്പോയിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ആദ്യമേ തന്നെ ശാസ്ത്രീയം അവരെ കുറ്റബോധം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം അധികാരികളുടെ സ്ഥാനത്തു നിന്നൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതൊട്ടും ആശാസ്യകരമായ ഒരു കാര്യമല്ല. അവർക്കൊരു ഓപ്പൺ ആക്സസ് കിട്ടണം, ഒരു അൺകണ്ടീഷണലായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യണം, ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അവർക്ക് കൊടുക്കണം. അതിനുശേഷം അവർക്ക് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അവരെ തന്നെ പ്രാപ്തരാക്കത്തക്ക രീതിയിലുള്ള തെറാപ്പികളൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കൊടുക്കണം. അപകടകരമായ ഒരു അന്തരീക്ഷം, ഒരു ആത്മഹത്യാ സാധ്യതയുണ്ട്, അല്ലെ മറ്റൊരു സെൽഫ് ഇൻജൂറിങ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് മാതാപിതാക്കളുടെയും മറ്റ് രക്ഷാകർത്താക്കളുടെയും ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനവും സംവിധാനവും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും തൊഴിലിടങ്ങളിലും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിഹാരം. ശരി ഡോക്ടർ, വ്യക്തമാണ്.
ആഘോഷിക്കപ്പെടേണ്ട പ്രണയം ആഘാതമായി തീരുന്ന സാഹചര്യം ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നതുണ്ട്. ആരോഗ്യകരമായ പ്രണയം എങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.